ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ആഴ്ചകൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയും അതോടൊപ്പം പാർട്ടിയിലെ പോഷക സംഘടനകളുടെ പ്രതിനിധികളും തമ്മിൽ ഉടലെടുത്ത തർക്കമാണ് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടെയുണ്ടായ യൂണിറ്റ് കമ്മിറ്റി അല്ല പ്ലീഡർമാരെ തീരുമാനിക്കുന്നതെന്ന പരാമർശത്തോടെ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് KSUവിലെ ഒരു വിഭാഗം. അതോടൊപ്പം വി.ഡി. സതീശനെതിരായ നിലപാട് തുടക്കം മുതലേ എടുത്ത മറുചേരി അത് കൃത്യമായി പാർട്ടിക്കുള്ളിൽ വി.ഡി. സതീശനെതിരെ ഒരു പോർമുഖം തുറക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ അതിൽ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ FB പോസ്റ്റുകളുമൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കണ്ടു തുടങ്ങിയതാണ്. അതിനിടയിലാണ് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അലോഷ്യസ് സേവ്യർ ഇന്നലെ രാത്രി നെറികേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമാണെങ്കിൽ ഇതാ ഞങ്ങൾ ഒരു കൂട്ടം ധിക്കാരികൾ എന്ന പരോക്ഷ ഒളിയമ്പ് മുഖ്യമന്ത്രിക്ക് നേരെ എയ്തുകൊണ്ട് ഒരു FB പോസ്റ്റ് ഇന്നലെ ഇടുന്നത്. അതോടെയാണ് ഈ പ്രശ്നം കൂടുതൽ ചൂടുപിടിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനിടെയാണ് അലോഷ്യസ് സേവ്യറിന് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ശ്രമിച്ച KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് മുഖ്യമന്ത്രി അനുമതി നിഷേധിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. ഇപ്പോൾ അപർണ കെ പ്രസന്നൻ, അതായത് ഗവൺമെൻറ് ലോ കോളേജിലെ തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലെ മുൻകാല KSU പ്രവർത്തകയും നേതാവുമായിരുന്നു അപർണ പ്രസന്നൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. 2015, 2019 ബാച്ചിൽ തിരുവനന്തപുരം ലോ കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിനിയായ SFI പ്രവർത്തകയാണ് നിലവിലെ ഗവൺമെൻറ് പ്ലീഡർമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ജിയോണ ജെയിംസിനെ ഗവൺമെൻറ് പ്ലീഡർ ആക്കിയതിലുള്ള അമർഷം വ്യക്തമാക്കിക്കൊണ്ടാണ് ലോ കോളേജിലെ തന്നെ മുൻ KSU നേതാക്കൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായി അതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് അവർ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഭാഗമാണ്, അവർ നൽകിയ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ഈ പരിഗണനാ പട്ടികയിൽ വന്നിരിക്കുന്നത്, അതല്ലാണ്ട് ഞങ്ങൾ ഏകപക്ഷീയമായി തിരഞ്ഞെടുത്തതല്ല എന്നാണ്. പക്ഷേ അത് ഗണ്ണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലോ കോളേജിലെ തന്നെ മുൻ KSU പ്രവർത്തകരും നേതാക്കളുമൊക്കെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ ഇരു ചേരികൾ രൂപപ്പെടുകയാണ്. ഈ പ്ലീഡർമാരെ ഉൾപ്പെടെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. എടുത്ത തീരുമാനങ്ങൾ ഒരു പുനർവിചിന്തനത്തിനും അദ്ദേഹം തയ്യാറാകുന്നില്ല. ഈ തീരുമാനങ്ങളിൽ ഉറച്ച് അദ്ദേഹം മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെയെങ്കിൽ അതൊരു കലാപക്കൊടി ഉയർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. KPCC നേതൃയോഗം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം ആഴ്ചകളായി ഉന്നയിക്കപ്പെടുന്നു. പക്ഷേ ഇതുവരെ അത് ചേർന്നിട്ടില്ല. UDFൻ്റെ മുന്നണി യോഗവും ഇതുവരെ ചേർന്നിട്ടില്ല. അടിയന്തരമായി ഈ രണ്ട് യോഗവും ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ കൃത്യമായി ഈ നിലപാടുകൾക്കെതിരെ പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിക്കാതെ അല്ലെങ്കിൽ പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ എടുക്കുന്ന തീരുമാനങ്ങളിൽ കടുത്ത അമർഷം വ്യാപകമായി നേതാക്കളുടെയും പോഷക സംഘടനാ പ്രവർത്തകരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. അതിനെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ ഡാൻ, അത് KSUവിൻ്റെ പ്രതിഷേധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് KSUവിനകത്ത് നിന്ന് മാത്രം ഉയരേണ്ട ഒരു പ്രതിഷേധമാകണമെന്നില്ല. KSUവിനെ പിന്തുണച്ചുകൊണ്ട് ഒരു പക്ഷേ കോൺഗ്രസിനകത്തെ കൂടുതൽ പാർട്ടി നേതാക്കളൊക്കെ രംഗത്ത് വരുവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധം എന്നതിനപ്പുറത്ത് ഈ സർക്കാർ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ, നമുക്ക് നേരത്തെ തന്നെ പല നിയമനങ്ങളും ഇത്തരത്തിൽ വിവാദമാകുന്ന പശ്ചാത്തലമുണ്ട്. അതിലൊക്കെ KC വേണുഗോപാലിനെ പോലെയുള്ളവ പരസ്യമായ അമർഷം പറയാതെ പറഞ്ഞതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ അങ്ങനെയൊരു പാർട്ടിക്കകത്ത് തന്നെ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ പാർട്ടിക്കകത്തേക്ക് കൂടി ഈ ഒരു ഭിന്നത കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത കാണുന്നില്ലേ? ഈ KSU ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വെക്കുന്ന അമർഷം, വിമർശനം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് അലോഷ്യസ് സേവ്യറുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയാണ് ഇപ്പോൾ ഈ ചർച്ചകളിൽ നിറയുന്നത്. അതായത് അലോഷ്യസ് സേവ്യർ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് വി.ഡി. സതീശൻ്റെ നോമിനിയായിട്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹവും ഈ ബലാബലങ്ങളിൽ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിഞ്ഞപ്പോൾ വി.ഡി. പക്ഷത്ത് നിന്ന് അലോഷ്യസ് സേവ്യർ മറുചേരിയിലേക്ക് മാറി. അവിടെ നിന്നുകൊണ്ട് വി.ഡി. സതീശനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന നിലപാട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തന്നെ അലോഷ്യസ് സേവ്യർ സ്വീകരിച്ചുവെന്നാണ് വി.ഡി. പക്ഷത്തിൻ്റെ വാദം. അങ്ങനെയാണ് അലോഷ്യസ് സേവ്യറിന് പീരിമേഡ് സീറ്റ് ഏറെക്കുറെ ഉറച്ചു വന്നതായിരുന്നു. പക്ഷേ നിയമസഭാ സീറ്റിൽ തെരഞ്ഞെടുപ്പിൽ അലോഷ്യസിനെ പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പിന്നീട് അങ്ങോട്ട് ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട KSU നിലപാട് അറിയിച്ചെങ്കിലും അവിടെയും KSU മുമ്പോട്ട് വെച്ച പേരുകൾക്ക് പരിഗണന ലഭിച്ചില്ല. അങ്ങനെ തുടർച്ചയായി അലോഷ്യസ് തടയപ്പെടുന്നതിന് കാരണം അലോഷ്യസ് രാഷ്ട്രീയമായി എടുത്ത ഒരു നിലപാട് മാറ്റമാണ്, കൂറുമാറ്റമാണ്. അതുകൊണ്ടാണ് അതിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നാണ് വി.ഡി. പക്ഷം നൽകുന്ന സൂചന. എന്തായാലും ആ കാര്യത്തിൽ വി.ഡി. സതീശൻ അലോഷ്യസ് സേവ്യറുമായി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് അസംയുക്തമായി അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ ചേർത്ത് വെക്കേണ്ട മറ്റൊന്ന്, അതായത് ഈ ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ലോയേഴ്സ് കോൺഗ്രസ് തള്ളിക്കളയുകയും കൂടിയാണ്.
ലോയേഴ്സ് കോൺഗ്രസിന്റെ പട്ടികയിൽ നിന്നാണ് നിയമനമെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് തള്ളുന്നത്. വിവാദ നിയമനങ്ങൾ നിർദ്ദേശിച്ചത് സ്റ്റേറ്റ് അറ്റോർണി അനൂപ് വി നായരാണ്. പട്ടികയിലില്ലാത്ത പേരുകൾ നിർദ്ദേശിച്ചിട്ടാണ് ലോയേഴ്സ് കോൺഗ്രസിനെ പഴിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ നിരന്തരം ശ്രമിച്ചു. മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് നിരന്തരം അവസരം നിഷേധിച്ചു എന്നുമാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PK റഹ്മാൻ പറയുന്നത്. അപ്പോൾ ലോയേഴ്സ് അസോസിയേഷനും മുഖ്യമന്ത്രിയെ തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവികമായും കൂടുതൽ പ്രതിഷേധങ്ങൾ ക്ഷണിച്ചു വരുത്തില്ലേ ഡാൻ? അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഒരു KPCC നേതൃയോഗം ഈ വിഷയത്തിൽ, അതായത് പ്ലീഡർ നിയമനം ഉൾപ്പെടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി എൻ ശേഷാദ്രിനാഥിനെ തീരുമാനിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടിക്കുള്ളിലുണ്ടായ അഭിപ്രായ ഭിന്നതകൾ അത് കൃത്യമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അടിയന്തരമായി ഒരു KPCC നേതൃയോഗം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം ഉന്നയിച്ച KPCC ഭാരവാഹികൾ തന്നെ നേരത്തെ KPCC അധ്യക്ഷനും അതോടൊപ്പം രാഹുൽ ഗാന്ധിക്കുമൊക്കെ കത്തയച്ചിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി സ്ഥലത്ത് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ വിഷയത്തിൽ ദേശീയ നേതൃത്വം ഒരു കൃത്യമായി ഇടപെടൽ നടത്തിയില്ല. പക്ഷേ നിലവിൽ രാഹുൽ ഗാന്ധി 2 ദിവസത്തിനകം മടങ്ങിയെത്തുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം മടങ്ങിയെത്തിയതിന് ശേഷം അദ്ദേഹത്തെ കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കൾ നേരിൽ കണ്ട് അവരുടെ അമർഷം അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒന്നുകിൽ പാർട്ടി നേതൃത്വത്തെയും സർക്കാർ പ്രതിനിധികളെയും രാഹുൽ ഗാന്ധി ഡൽഹിക്ക് വിളിപ്പിക്കും. അതല്ല എങ്കിൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിലെത്തി സർക്കാർ പ്രതിനിധികളുമായി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി, പാർട്ടി നേതൃത്വവുമായി അവർ വിശദമായ ഒരു ചർച്ച നടത്തും. അവിടെ ഒരു അനുരഞ്ജനത്തിന് വഴി തുറക്കാനാണ് സാധ്യത. കാരണം 10 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലെത്തുന്നത്. ആ അധികാരത്തിലെത്തിയതിൻ്റെ എല്ലാ ശോഭയും വരുത്തുന്ന തരത്തിൽ പരസ്പരം തമ്മിലടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതുണ്ടാക്കാനിടയുള്ള ആ പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട് തെരുവിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം അത് കോൺഗ്രസിൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതിൻ്റെ അമർഷത്തിലാണ് ദേശീയ നേതൃത്വം. അതിനിടയിലാണ് ഇപ്പോൾ ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ പാർട്ടിയും സർക്കാരും 2 തട്ടിലായിരിക്കുന്നത്. അങ്ങനെ അതിനെ വെച്ചുപുറപ്പിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറാകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ചില കടുത്ത നീക്കങ്ങൾ ഉണ്ടായേക്കാം. അത് ഏത് തരത്തിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. തീർച്ചയായും സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം നടത്തുന്ന നിർണായകമായ നിയമനങ്ങൾ, അതോടൊപ്പം തന്നെ നിലപാടുകൾ, ഇതിലൊക്കെ പാർട്ടിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് ഇത്തരം നിയമനങ്ങൾ നടത്തുമ്പോൾ പാർട്ടിയുമായി കൃത്യമായി കൂടിയാലോചിച്ചുകൊണ്ട് വേണം എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് നേരത്തെ തന്നെ നൽകിയതാണ്. അവിടെയാണ് പോഷക സംഘടനകളുടെ എതിർപ്പ് അടക്കം അവഗണിച്ചുകൊണ്ട് നിയമനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന വിമർശനം നേരിടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.